രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ വ്യോമസേനയുടെ പൈലറ്റില്ലാ വിമാനം തകർന്നു വീണു. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് അപകടമുണ്ടായതെന്നാണ് സൂചന. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന് സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമാണോ? വിശദാംശം. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ ഇപ്പോൾ ഒരു അപകടം റിപ്പോർട്ട് ചെയ്യുന്നു. വ്യോമസേനയുടെ പൈലറ്റില്ലാ വിമാനം തകർന്നു വീണു. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് അപകടമുണ്ടായതെന്നാണ് സൂചന. ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, വിവരങ്ങൾ. സുഹൈൽ, ഇന്ത്യൻ വ്യോമസേനയുടെ പൈലറ്റില്ലാ വിമാനമാണ് രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ തകർന്നു വീണത്. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഈ വിമാനം തകർന്നു വീണത് എന്നാണ് വ്യോമസേനാ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്നുള്ളത്. എന്നാൽ ഈ പൈലറ്റില്ലാ വിമാനം തകർന്ന് വീണതിനെ തുടർന്ന് മറ്റ് ആൾനാശമോ മറ്റ് നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുമാണ് വ്യോമസേന അറിയിക്കുന്നത്. സംഭവത്തിൽ എന്തായാലും വ്യോമസേന ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പതിവ് പരിശീലന പറക്കലിനിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ സാങ്കേതിക തകരാറിന്റെ വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വ്യോമസേന ഈ പരിശോധിക്കും. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹോക്ക് ട്രെയിനർ വിമാനം ബംഗാളിൽ തകർന്നു വീണിരുന്നു. ഈ വിഷയത്തിലും പരിശീലന പറക്കലിനിടെയുണ്ടായ ഈ അപകടത്തിലും വ്യോമസേന ആഭ്യന്തര അന്വേഷണം നടത്തി സാങ്കേതിക തകരാർ കണ്ടെത്തുന്നതിനായി ഒരു സമിതിയെ രൂപീകരിച്ചിരുന്നു. എന്നാൽ ആളില്ലാ വിമാനം ഈ ഘട്ടത്തിൽ തകർന്നു വീണത് തുടർച്ചയായി ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുന്നത് ഗൗരവത്തോടെയാണ് പ്രതിരോധ മന്ത്രാലയം കാണുന്നത്. ശരി, സമഗ്രമായി പരിശോധിക്കട്ടെ. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.